മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഇന്നേ ദിവസം മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹയുടെ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 26-ാമത്തെ വാക്യം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് 26. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. ഈശോയുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ എത്രയോ സത്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കും. ഒരു റെവറൻഡ് സിസ്റ്ററിന്റെ രജത ജൂബിലി ആഘോഷം നടക്കുകയാണ്. സഭാവസ്ത്രം സ്വീകരിച്ചിട്ട് 25 വർഷമായി ഈ ആഘോഷം പങ്കെടുക്കുന്ന അവസരത്തിൽ ആ സിസ്റ്റർ ഇപ്പോൾ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പലാണ്. ധാരാളം ആളുകൾ ഈ പ്രിൻസിപ്പലിന്റെ നന്മകളെല്ലാം എടുത്തു പറഞ്ഞ് പ്രസംഗിച്ചു. എന്നാൽ ഒരാൾ പ്രത്യേകം പറഞ്ഞു, എനിക്ക് സിസ്റ്ററിനെ ഏറ്റവും കൂടുതൽ ഞാൻ ബഹുമാനിക്കുന്നത് അദ്ദേഹം വഹിക്കുന്ന ആ വലിയ ഉത്തരവാദിത്വങ്ങളെക്കാൾ ഉപരി ചെറിയ കാര്യങ്ങൾ, മറ്റുള്ളവർ പ്രത്യേകിച്ച് അറിയപ്പെടുന്നതല്ല, ചെറിയ കാര്യങ്ങൾക്ക് താല്പര്യമെടുത്തിരുന്നു. ഉദാഹരണമായി തന്റെ കൂടെ ശുശ്രൂഷയായിരുന്ന ഒരു സിസ്റ്റേഴ്സിന് ബുദ്ധിമുട്ടുകളുണ്ടായാൽ അടുത്തിരിക്കാനും സൗഹൃദം പങ്കുവെക്കുവാനും സ്നേഹം നൽകുവാനും ഒക്കെ ആ സിസ്റ്റർ ഒത്തിരി മുൻപിലായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് എന്ന് പറയുകയായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ചെറിയ കാര്യമാണ്, എന്നാൽ അത് നിഗൂഢമായിരിക്കുന്നില്ല. ദൈവത്തിന് തിരുമുമ്പാകെ ഏറ്റവും വിലയുള്ളത് ഒരുപക്ഷെ ആ കാര്യമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് വലിയ ഉത്തരവാദിത്വങ്ങളെക്കാൾ ചെയ്യണമെന്നല്ല, ചെയ്യണം. അതോടൊപ്പം തന്നെ ചെറിയ കാര്യങ്ങൾ പോലും വിശ്വസ്തയോടെ സഹോദരങ്ങളോട് കാണിക്കുന്ന സ്നേഹം, ആർദ്രത, ആ സഹതാപമൊക്കെ വളരെയധികം ആവശ്യമാണ്. അത് കൈവിട്ടുപോയാൽ നമ്മൾ വെറും അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയി മാറും. അതിനൊരിക്കലും ഇടവരാതിരിക്കട്ടെ. സ്നേഹം കൊണ്ട് ജീവിതത്തെ സ്വന്തമാക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.